ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരുന്നു കേരളത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് തിരുവനന്തപുരം ഇന്ന് കണ്ട ഏറ്റവും വലിയൊരു കാഴ്ച പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന ED റെയ്ഡ്. ആ ED റെയ്ഡിന് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങവേ ഈ പറയുന്ന തോതിലുണ്ടായ അക്രമം, അതും അണികളുടെ അക്രമം എന്ന് തന്നെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതോടൊപ്പം തന്നെ അതിനുശേഷം നടന്ന ഒരു അറസ്റ്റ് ചെയ്യൽ, പോലീസിൻ്റെ അറസ്റ്റ് ചെയ്യലൊക്കെ തന്നെയും നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇതൊക്കെ തന്നെയും എന്താണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ള ചോദ്യം. ശരിക്കും ഇനിയാണ് ബാക്കി കളികൾ കാണാൻ കിടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ അറസ്റ്റ് ചെയ്തവരൊക്കെ തന്നെ എല്ലാ രീതിയിലും പെട്ടിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് 16ൻ്റെ പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊന്ന് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് ഇന്ത്യയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, റെയ്ഡ് സെർച്ച് കഴിഞ്ഞ് അവരുടെ വാഹനം തകർക്കുക, തടയുക, അല്ലെങ്കിൽ അക്രമം നടത്തുക വളരെ ഗുരുതരമായ കുറ്റമാണ്. സാഹചര്യമനുസരിച്ച് പല നിയമങ്ങളും ചുമത്താമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണയായി വരാവുന്ന കുറ്റങ്ങളും ശിക്ഷകളും ഇതൊക്കെ തന്നെയാണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജോലി തടസ്സപ്പെടുത്തൽ IPCBNS പ്രകാരം സർക്കാർ ഡ്യൂട്ടി ചെയ്യുന്നത് തടഞ്ഞാൽ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാം. എന്നാൽ ആക്രമണം മർദ്ദനമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ഉദ്യോഗസ്ഥനെ അടിക്കൽ, കല്ലെറിയൽ, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്ക് കേസുകൾ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിക്ക് ഗുരുതരമാണെങ്കിൽ കൂടുതൽ കർശന ശിക്ഷ ലഭിക്കും. സർക്കാർ വാഹന നശീകരണം, ED വാഹനമോ സർക്കാർ സ്വത്തോ തകർത്താൽ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് കേസ് വരാം. നഷ്ടപരിഹാരവും ആവശ്യപ്പെടാം. കൂട്ടം ചേർന്ന് ആക്രമണം, പലരും ചേർന്ന് ആക്രമിച്ചാൽ അത് വളരെ ഗുരുതര വകുപ്പുകൾ ചേർക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആയുധം ഉപയോഗിച്ചാൽ, വാൾ, പെട്രോൾ ബോംബ്, ഇരുമ്പ് റോഡ് തുടങ്ങിയവ ഉപയോഗിച്ചാൽ കൂടുതൽ കർശന കുറ്റങ്ങൾ, ദീർഘകാല ജയിൽ വരെ സാധ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കൊലപാതക ശ്രമം വരെ, ആക്രമണം ജീവഹാനിക്ക് കാരണമാകുന്ന രീതിയിലാണെങ്കിൽ അറ്റംപ്റ്റ് ടു മർഡർ വകുപ്പും വരാം. ഇത്തരം കേസുകളിൽ അറസ്റ്റ് ഉടൻ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാമ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന കാര്യത്തിലും സംശയമില്ല. CCTV, ഫോൺ വീഡിയോ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ തെളിവായി ഉപയോഗിക്കും. അതുകൊണ്ട് റെയ്ഡ് നിയമവിരുദ്ധമാണെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ പോലും നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് ശരിയായ വഴി. അക്രമം ചെയ്താൽ അത് വേറെ വലിയ ക്രിമിനൽ കേസായി മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ പിടിക്കപ്പെട്ടവർ എല്ലാ രീതിയിലും പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് കേരള പോലീസിൻ്റെ കയ്യിലെങ്ങും തന്നെ നിൽക്കത്തില്ല എന്നുള്ളതും വാസ്തവമാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് ഇപ്പോൾ കേന്ദ്രം ആ ഒരു തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇപ്പോൾ നടന്ന കാര്യങ്ങൾക്കുള്ള ആ ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ കൈകളിൽ എത്തുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുമെന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ പറയുന്ന തോതിൽ ഇപ്പോൾ അറസ്റ്റിലായവർ ഉൾപ്പെടെ ഉള്ളവർ എല്ലാ രീതിയിലും ജയിൽവാസം, ഇനി ജാമ്യം പോലും കിട്ടാത്ത തരത്തിലോട്ടുള്ള ദീർഘകാല ജയിൽവാസത്തിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത ഏറ്റവും വലിയ തോതിൽ കൂടുതലാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം വലിയ തോതിലുള്ള ഒരു അക്രമമാണ് ഇന്ന് നടന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഈ പറയുന്ന നേതാക്കൾക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയ അണികൾ എല്ലാ അർത്ഥത്തിലും കുടുങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ കേരളത്തിലല്ല, കേരളം വിട്ട് ഈ കാര്യം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. അതായത് ഇവർ ഈ പറയുന്ന തോതിൽ പലയിടവും പോകേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ജയിൽവാസം വരെ വലിയ തോതിൽ കിട്ടുന്ന തരത്തിലോട്ട്, അതായത് വലിയ തോതിലുള്ള ശിക്ഷകൾ വരെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ട്. അതായത് ഇത്രയധികം പ്രശ്നമുണ്ടാക്കേണ്ട എന്താവശ്യമായിരുന്നു നിലവിൽ കേരളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ചോദ്യമെന്ന് പറയുന്നത്. അതായത് മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിന് പേടിക്കണം? അപ്പോൾ മടിയിൽ കനമുള്ളത് കൊണ്ടാണോ ഈ പറയുന്ന തോതിൽ നിലവിൽ പിണറായി വിജയൻ പേടിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ആരോപിക്കുന്ന ചോദ്യമായി മാറുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന തോതിൽ 16ൻ്റെ പണി കിട്ടിയിരിക്കുന്നത്
നിലവിൽ തെരുവിലിറങ്ങി ഇഡിക്കെതിരെ അക്രമം നടത്തിയ അത്രയും പേരെയും അറസ്റ്റ് ചെയ്ത് അത് വലിയ തോതിൽ ഗുരുതര കേസുകൾ ചുമത്തി അവർ എല്ലാ രീതിയിലും പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് പറയുന്നത്, ഒന്നും മനസ്സിലാക്കാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കണക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ അവസാനം പെടുന്നത് ഒരു ഒന്നൊന്നര പെടലായിരിക്കുമെന്ന കാര്യവും ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.